വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 4 സവാളയും 3 തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മസാല ആക്കുന്നതിൽ വേറെ ഇടുന്നതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായി ഇളക്കി കൊടുത്ത് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുക്കർ മൂടി വെച്ച് 4 വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഈ ഒരു ടൈമിൽ അതിലേക്കുള്ള മസാല ആക്കണം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ബീഫ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 ഏലക്കായും പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നന്നായി വഴന്നു വരുമ്പോൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ചേർത്ത പൊടികൾ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലിട്ടുകൊണ്ട് തന്നെ ഇതിൽ നോക്കിയിട്ട് വേണം ഇടാൻ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നന്നായി ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വെക്കുകയാണ്. ഈ ഒരു ടൈമിൽ ചോറിന് വേണ്ടിയിട്ടുള്ള അരി അളന്നെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കപ്പിന് 3/4 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തക്കാളി നന്നായി ഉടച്ചു കൊടുക്കണം. അപ്പോൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ബീഫൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയിലേക്കുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം ഞാനൊരു വേറെ ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഡാൽഡ ചേർത്ത് കൊടുത്ത് കറാമ്പൂ, ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി കിട്ടുമ്പോൾ കഴുകി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയിലുള്ള വെള്ളമൊക്കെ പൊട്ടുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതും കൂടി കൂടിയിട്ടാണ് 1.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലാണ് അടുപ്പിക്കുന്നത്. എന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ റൈസ് വേവാൻ എടുക്കുന്ന ആ ഒരു ടൈമിൽ അതിലേക്കുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് സവാള ഒക്കെ വറുത്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ചോറോടെ വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ തന്നെയാണ് ദമ്മിടുന്നത്. അതിന് വേണ്ടി മുകളിൽ നിന്ന് കുറച്ച് റൈസ് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും 6 kg നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ആക്കിയിട്ടുള്ള മസാല ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് മാറ്റി വെച്ചിട്ടുള്ള റൈസ് വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ വറുത്ത് മാറ്റിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള അതൊക്കെ അതിന് മുകളിലായി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം തുറന്നാൽ മതി. അപ്പോൾ അങ്ങനെ അരമണിക്കൂറിന് ശേഷം തുറന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായി. ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്.